ഹേയ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മധുരയിലെ മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ മധുരയിൽ ചെന്നിട്ട് നമ്മൾ അവിടെ സിറ്റിക്ക് അടുത്ത് തന്നെ ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മധുരയിൽ വന്നത് തന്നെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഒരു പൊങ്കൽ ടൈമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ഈ ക്യൂ തന്നെ കണ്ടില്ലേ, നമുക്ക് അകത്ത് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് കയറാനുള്ള ക്യൂ ആണ്, അത്രയും നീണ്ട ക്യൂ. അങ്ങോട്ട് ബാക്കിലോട്ട് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള ഫോണ് അങ്ങനെയുള്ള മറ്റ് തിങ്സൊന്നും നമുക്ക് അലൗഡ് അല്ല അകത്തോട്ട്. അവിടെ അതിനായിട്ട് പ്രത്യേക ഒരു കൗണ്ടറുണ്ട്. അപ്പം നമ്മളതെല്ലാം അവിടെ പുറത്ത് കൊടുത്തിട്ട് വേണം കയറേണ്ടത്. അതുകൊണ്ട് നമ്മൾ അകത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തെ കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ നമ്മളിതേ മധുരയിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി വന്നത്. ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് ബൺ പൊറോട്ടയാണ്. ഇതാണ് ബൺ പൊറോട്ട. അതേപോലെ തന്നെ മട്ടൺ മപ്പാസാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത്. നമ്മളിത് സുജിത് ഭക്തൻ്റെ വ്ളോഗിലായിരുന്നു ഇത് കണ്ടത്. പുള്ളി അതിൽ പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ ബൺ പൊറോട്ടയും മട്ടൺ പപ്പാസും കിട്ടുന്ന ഒരു ഇതേ കണക്ക് ഹോട്ടലുണ്ടെന്ന്. അങ്ങനെ നമ്മളത് കഴിക്കാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ അവർ സ്പെഷ്യൽ ഗ്രേവീസും പിന്നെ നമ്മളൊരു ചിക്കൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൂടാതെ തന്നെ കിഴി പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിഴി പൊറോട്ട വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. മട്ടണൊക്കെ നല്ല സോഫ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അങ്ങനെ കിഴി പൊറോട്ട ഫാനേ അല്ല, പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അവിടുന്ന് നമ്മൾ നേരെ പോയത് മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ കഴിക്കാനാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.